ഹരേ രാമ ഹരേ കൃഷ്ണ. ചിങ്ങം 1 മുതൽ ഈ നക്ഷത്ര ജാതകർക്ക് സമ്പന്ന യോഗമാണ് വന്നു ചേരുവാൻ പോകുന്നത്. ചിങ്ങമാസം മലയാളിക്ക് പുതുവർഷം കൂടിയാണ് സമ്മാനിക്കുന്നത്. ചിങ്ങം മുതൽ കുബേരയോഗത്താൽ ധന അഭിവൃദ്ധി നേടുന്ന 6 നക്ഷത്രക്കാരുണ്ട്. എല്ലാ നക്ഷത്രക്കാർക്കും എപ്പോഴും ലഭിക്കുന്ന ഒരു ഭാഗ്യമല്ല കുബേരയോഗം. ചില നക്ഷത്രക്കാർക്ക് ഈ ചിങ്ങമാസം മുതൽ സർവ ഐശ്വര്യങ്ങളും ധന അഭിവൃദ്ധിയും വന്നു ചേരും. കുബേര യോഗം എന്ന് നാം കേട്ട് കാണും. ഈ യോഗം ധനത്തിൻ്റെയും സമ്പത്തിൻ്റെയും കുബേര ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. കുബേരന് തുല്യമായ മനുഷ്യൻ മാറുന്ന അവസ്ഥയെന്ന് തന്നെ പറയാം. ഇതുവരെ നിങ്ങൾ അനുഭവിച്ച എല്ലാവിധ കഷ്ടപ്പാടിനും ദുരിതത്തിനും വിട പറയാം. എല്ലാ നക്ഷത്രക്കാർക്കും എപ്പോഴും ലഭിക്കുന്ന ഒരു ഭാഗ്യമല്ല. ചിങ്ങമാസം പിറക്കുമ്പോൾ ഈ പറയുന്ന 6 നക്ഷത്രക്കാർക്കാണ് കുബേരയോഗം വന്നെത്തുന്നത്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ കുബേരയോഗം വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം തിരുവോണം നക്ഷത്രക്കാരാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ ദുഃഖവും മനസമാധാനവും നഷ്ടപ്പെട്ട എല്ലാ അവസ്ഥയും മാറുന്ന ഒരു സമയമാണ് വന്നെത്തുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ കുബേര അനുഗ്രഹത്താൽ സർവ്വ ഐശ്വര്യവും ധനസമൃദ്ധിയും വന്നു ചേരും. നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ധനം വന്നു ചേരും. കമിഴ്ന്നു വീണാൽ കാൽ പണം എന്ന രീതിയിലാണ് നിങ്ങളിനി കുതിക്കുവാൻ പോകുന്നത്. സൗഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും കൊടുമിടി കയറാൻ പോകുന്നു. വീട്ടിൽ തിരുവോണ നക്ഷത്രക്കാരുണ്ടെങ്കിൽ ഇനി സർവ്വ ഐശ്വര്യമാണ് നിങ്ങൾക്ക് വന്നെത്തുന്നത്. ചില ആളുകൾക്ക് നിങ്ങളുടെ മേഖലകളിൽ നേട്ടങ്ങളും മറ്റുള്ളവയിൽ വെല്ലുവിളികളും നേരിടേണ്ടി വന്നേക്കാം. തൊഴിലിൽ സ്ഥാനചലനം, തടസ്സങ്ങൾ, ദോഷങ്ങൾ എന്നിവ ഉണ്ടാകുവാനും ഇടയുണ്ട്. 7ര ശനി കാരണം തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾക്കും അല്പം സാധ്യതയുണ്ട്. തൊഴിലുമായി ബന്ധപ്പെട്ട യാത്രകൾ വളരെയധികം ഗുണകരമായി തീരും. ഏജൻസി, വ്യാപാരം, ചെറുകിട വ്യവസായം എന്നിവയിൽ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നെത്തും. ദിവസ വേതനക്കാർക്ക് തൊഴിൽ അനുസൃതമായുള്ള ജോലി വന്നു ചേരും. ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അപ്രതീക്ഷിതമായ ചെലവുകൾ ഉണ്ടാകുവാനും സാമ്പത്തിക കാര്യങ്ങളിൽ കരുതലോടെ ഇടപെടുകയും ചെയ്യണം. അപകട സാധ്യതയും ശത്രുക്കളുടെ ശല്യവും ഉണ്ടാകുന്നതാണ്. പൂർവിക സ്വത്തിൽ തർക്കങ്ങൾ ഉണ്ടാകുവാനും ഇടയുണ്ട്. ബന്ധുജനങ്ങളിൽ നിന്ന് വിരോധവും കലഹങ്ങളും ഉണ്ടാകും. ഇത്തരം കലഹങ്ങൾ യുക്തിപൂർവം കൈകാര്യം ചെയ്യാത്ത പക്ഷം പുലിവാല് പിടിക്കേണ്ട ഒരു അവസ്ഥ കൂടി വന്നെത്തുന്നതാണ്. ചന്ദ്രന്റെ ഭാവം അനിഷ്ട സ്ഥാനത്താണെങ്കിൽ വിഷാദം, അസ്വസ്ഥത എന്നിവയുണ്ടാകും. നിസാര കാര്യങ്ങളിൽ കോപം, ക്ഷമ ഇവയെല്ലാം നഷ്ടപ്പെടുന്നതാണ്. വിട്ടുമാറാത്ത ജലദോഷം, തൊണ്ടവേദന എന്നിവയും ഉണ്ടാകുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ ജാതകത്തിലെ ചൊവ്വയുടെ സ്ഥാനവും ബലവും അനുസരിച്ച് ഫലങ്ങൾ വ്യത്യാസപ്പെടും. അസാധാരണമായ ധൈര്യം പ്രകടിപ്പിക്കും. സാഹസിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. മുറിവുകൾ, ചതവുകൾ, തിണർപ്പ് എന്നിവ സാധാരണമാണ്. കുട്ടികളായ ആളുകളുടെ കുസൃതികൾ കാരണം മുതിർന്നവരുടെ ക്ഷമ നഷ്ടപ്പെടാം. മാതാപിതാക്കൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കാം. മാതാപിതാക്കൾക്ക് അപകട സാധ്യത, സ്വത്ത് നഷ്ടം, മോശം തൊഴിൽ, ബിസിനസ്സിൽ വളർച്ച മന്ദഗതിയിലാകാം ഒക്കെയും അനുഭവയോഗമാണ്. ചൊവ്വ നിൽക്കുന്ന സ്ഥാനമനുസരിച്ച് സഹോദര സ്ഥാനത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ഉഷ്ണരോഗങ്ങൾ, രക്തസംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്കും സാധ്യതയുണ്ട്. രാഹുവിൻ്റെ സ്ഥാനമനുസരിച്ച് ഫലങ്ങൾ വ്യത്യാസപ്പെടും. ശുഭസ്ഥാനത്താണെങ്കിൽ ഉള്ള രാഹുവിൻ്റെ ദശയിൽ വിജയം, അംഗീകാരം, പ്രശസ്തി എന്നിവ ലഭിക്കും. തൊഴിലിൽ, ബിസിനസ് എന്നിവയിൽ നിന്നും പെട്ടെന്നുള്ള വളർച്ചയും ലാഭവും വന്നെത്തും. ജോലിയിൽ ഉയർന്ന സ്ഥാനക്കയറ്റം, നല്ല വിവാഹയോഗം,
ജീവിതത്തിൽ സന്തോഷം എന്നിവ നിങ്ങൾക്ക് വന്നെത്തുന്നതാണ്. വിദേശ യാത്രയ്ക്കുള്ള അവസരം എന്നിവയും ഉണ്ടാകും. നിങ്ങളുടെ ഇച്ഛാശക്തിയും ധൈര്യവും വളരെയധികം വർദ്ധിക്കുന്നതാണ്. എതിർപ്പിനെ പരാജയപ്പെടുത്തുവാനുള്ള ശക്തി ലഭിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലിയിൽ പ്രവേശിക്കുവാനും കഴിയും. ജീവിതത്തിൽ ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ നിങ്ങളെ സഹായിക്കും. ആരോഗ്യവും സാമ്പത്തികവും വളരെയധികം മെച്ചപ്പെടുന്ന ഒരു സമയമായി തീരും. അനുകൂലമല്ലാത്ത രാഹുവിൻ്റെ സമയത്ത് ആശയക്കുഴപ്പം, പണനഷ്ടം, തൊഴിൽ തകർച്ച എന്നിവ കാരണമാകും. ജീവിത പങ്കാളിക്ക് ദുരിതം, മരണം എന്നിവ സംഭവിക്കുവാൻ ഇടയുണ്ട്. കുടുംബകാര്യങ്ങളിലെ പ്രശ്നങ്ങളും ജീവിത പരാജയങ്ങൾക്കും വഴിയൊരുക്കും. വ്യാഴം ജാതകത്തിൽ ശക്തമായി നിൽക്കുന്ന സമയമാണെങ്കിൽ ജീവിതത്തിൽ സത്യസന്ധതയും വിജയവും നേടുവാൻ സാധിക്കും. വിദ്യാഭ്യാസത്തിൽ പുരോഗതിയും സമാധാനപരമായ ജീവിതവും ലഭിക്കും. സംസാരത്തിൽ കഴിവ് വർദ്ധിക്കുകയും വേദങ്ങളും ദൈവിക കാര്യങ്ങളും മനസ്സിലാക്കുവാനുള്ള കഴിവ് ലഭിക്കുകയും ചെയ്യും. മതകാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുകയും ദൈവിക കഴിവുകൾ ലഭിക്കുകയും ചെയ്യുന്നതാണ്. കലാ സാംസ്കാരിക രംഗത്ത് മികവ് കൈവരിക്കുവാനും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുവാനും ഇടയുണ്ട്. ജീവിതത്തിൽ ഉത്സാഹവും ഉത്കൃഷ്ടയും സ്ഥാനപ്രാപ്തിയും നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും വിജയിക്കുവാനും സർക്കാർ സേവനം വരെ ലഭിക്കുവാനും സാധ്യതയുണ്ട്. വിവാഹിതരാകുവാനും സന്താനങ്ങളെ ലഭിക്കുവാനും സാധ്യത വന്നെത്തും. സമൂഹത്തിൽ നിങ്ങളുടെ പ്രശസ്തിയും പലവിധ ദ്രവ്യലാഭവും മനസ്സന്തോഷവും ലഭിക്കുന്നതാണ്. നിയമപരമായ കാര്യങ്ങളിൽ വിജയിക്കുവാനും ശത്രുക്കളെ വെല്ലുവിളിക്കുവാനും ഇടവരും. ഈ ദശയിൽ കഫം, ജലദോഷം, തൊണ്ടയിലെ അസുഖങ്ങൾ, ആസ്മ, ഗ്രഹണി, ചുഴലി, മുഴകൾ, മഞ്ഞപ്പിത്തം, കരൾ രോഗങ്ങൾ, പ്രമേഹം എന്നിവ വരുവാൻ സാധ്യതയുണ്ട്. വ്യക്തി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം വന്നുചേരും. മഹാവിഷ്ണുവിൻ്റെ പ്രത്യേക അനുഗ്രഹം ലഭിക്കുകയും എല്ലാ മേഖലകളിലും മിന്നിത്തിളങ്ങുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഭാഗ്യം എല്ലാ സമയത്തും കൂടെ ഉണ്ടാകുകയും ദാമ്പത്തിക ജീവിതം വളരെയധികം സമാധാനപൂർണമാവുകയും ചെയ്യും. എന്നാൽ ജാതകത്തിൽ വ്യാഴം അനുകൂലമല്ലെങ്കിൽ ഈ ദശയിൽ വ്യക്തിക്ക് വളരെയധികം കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വന്നേക്കാം. എന്ത് കാര്യം ചെയ്താലും അതിൻ്റെ ഗുണപരമായ ഫലങ്ങൾ ലഭിക്കില്ല. സമാധാനപരമായ ജീവിതം ഉണ്ടാകില്ല. ദാമ്പത്യ ജീവിതം പ്രശ്നങ്ങൾ നിറഞ്ഞതാകും. വിവാഹം മുടങ്ങുവാനും ബിസിനസ് തകരുവാനും ജോലിയിൽ വളരെയധികം പ്രതിസന്ധികൾ നേരിടുവാനും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും ഇടയുണ്ട്. 46 വയസ്സ് മുതൽ 65 വയസ്സുവരെ നീണ്ടു നിൽക്കുന്ന ശനിദശയിലാണെങ്കിൽ സമ്പത്തും വിജയവും ധാരാളം പണനേട്ടങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട്. സാമൂഹിക പദവി ഉയരുകയും കഠിനാധ്വാനം ചെയ്യാതെ തന്നെ വിജയം നേടുവാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഇതെല്ലാം ഗ്രഹനിലയുടെ ശനിയുടെ സ്ഥാനം വെച്ചാണ് നിർണ്ണയിക്കപ്പെടുന്നത്. ധാരാളം അറിവ്, ആത്മീയ വികസനം, ദീർഘായുസ്, സ്വാധീനമുള്ള സുഹൃത്തുക്കളുള്ള ആളുകളെ നയിക്കുവാനുള്ള കഴിവ്, നല്ല കുടുംബജീവിതം എന്നിവയുണ്ടാകും. എന്നാൽ ശനി പ്രതികൂലമാണെങ്കിൽ അലസതയും ഉന്മേഷക്കുറവും അനുഭവപ്പെടും. സാമ്പത്തിക നഷ്ടവും അനുഭവപ്പെടാം. പ്രിയപ്പെട്ട ആളുകളെ നഷ്ടപ്പെടുവാനോ വസ്തുവകകൾ നഷ്ടപ്പെടുവാനോ ഇടയുണ്ട്. മദ്യപാനം, പുകവലി, മയക്കുമരുന്ന് ഉപയോഗം എന്നിവയിലേക്ക് വരെ നിങ്ങളെ നയിച്ചേക്കാം. നേത്രരോഗങ്ങൾ, പനി, ഹൃദ്രോഗം എന്നിവയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും ഇടവരും. ദാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഇത് വേർപിരിയലിലേക്ക് നയിച്ചേക്കാം. ജോലിയിൽ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന പ്രമോഷൻ ലഭിക്കാതിരിക്കുകയോ ജോലി നഷ്ടപ്പെടുകയോ ചെയ്യാം. ശനി ശത്രുക്കളിൽ നിന്നുള്ള ദോഷം ഉണ്ടാകുവാൻ പ്രേരിപ്പിക്കും. അവർ ദ്രോഹിക്കുവാനും പീഡിപ്പിക്കാനും ശ്രമിച്ചേക്കാം. രാഹു, ശനി, കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശകൾ ദുരിതങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. ഈ ദശകളിൽ ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും ജീവിതത്തിൽ സമാധാനവും സമൃദ്ധിയും നേടുവാനും ചില ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടതായി വരും.
നവഗ്രഹങ്ങളിൽ ചന്ദ്രനെയും ശനിയെയും പ്രീതിപ്പെടുത്തുക. തിങ്കളാഴ്ചകളിൽ വെള്ള വസ്ത്രം ധരിക്കുക. തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുക. യഥാവിധി ചന്ദ്രമന്ത്രം ജപിക്കുക. ശനിയാഴ്ചകളിൽ എള്ളെണ്ണ ദീപം തെളിക്കുക. നീല വസ്ത്രം ധരിക്കുക. ശനി മന്ത്രം യഥാവിധി ജപിക്കുക. തിരുവോണം, അത്തം, രോഹിണി നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക. തിരുവോണവും തിങ്കളാഴ്ചയും ഒത്തുവരുന്ന ദിവസം ദുർഗാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ദുർഗാ സ്തോത്രങ്ങൾ ചൊല്ലുകയും ചെയ്യുക. അയ്യപ്പനെയും ദുർഗാദേവിയെയും പതിവായി പ്രാർത്ഥിക്കുക. അമാവാസിയും തിങ്കളും തിരുവോണവും കൂടി വരുന്ന ദിവസം യഥാവിധി വഴിപാടുകൾ നടത്തുക. നിങ്ങളുടെ കഴിവിനനുസരിച്ച് ദിവസവും ഭക്ഷണം ദാനം ചെയ്യുക. പ്രത്യേകിച്ച് അനാഥ കുട്ടികൾക്ക് അന്നദാനം നടത്തുക. തിരുവോണം നക്ഷത്രത്തിൻ്റെ അധിപൻ മഹാവിഷ്ണുവായതിനാൽ വിഷ്ണു മന്ത്രങ്ങൾ ജപിക്കുക. തിരുവോണ നക്ഷത്രത്തിൻ്റെ ഔദ്യോഗിക മൃഗമായ കുരങ്ങുകളെ ഉപദ്രവിക്കരുത്. ഭക്ഷണത്തിൽ കോഴിയിറച്ചി ഒഴിവാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മൂലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുന്ന എല്ലാവിധ ദോഷങ്ങളും കഷ്ടതകളും ഒരു പരിധിവരെ മാറുവാനും വളരെയധികം സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാനും എല്ലാവിധ മോശ സമയത്തിൻ്റെ ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും സാധിക്കുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ശത്രുദോഷം അവസാനിക്കുന്ന ദിവസങ്ങളാണ് വന്നെത്തുന്നത്. നിങ്ങളെ എഴുതി തള്ളിയവർക്ക് മുന്നിൽ തല ഉയർത്തി നടക്കുവാൻ പറ്റുന്ന ദിവസങ്ങളാണ് വന്നെത്തുന്നത്. എല്ലാം കൊണ്ടും ഐശ്വര്യം വരുന്ന ദിവസങ്ങളാണ് നിങ്ങൾക്കായി വരുന്നത്. കുബേരയോഗത്താൽ ഐശ്വര്യത്തിൻ്റെ കൊടുമുടി കയറുന്ന നാളുകാരാണ് നിങ്ങൾ. ധനാഭിവൃദ്ധി നിങ്ങളെ തേടിയെത്തുന്നു. തൊഴിൽ, സാമ്പത്തിക രംഗങ്ങളിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കുവാൻ അനുയോജ്യമായ സമയമാണിത്. ഈ വർഷം നിങ്ങളുടെ തൊഴിലിലെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനും ഒരുപാട് അവസരങ്ങൾ മുന്നിൽ വരും. എന്നിരുന്നാലും പിതാവ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അടുത്ത ബന്ധുവിന് ആയുർദോഷം വരെ സംഭവിക്കുവാൻ ഇടയുണ്ട്. സഹോദരങ്ങളിൽ നിന്നും സഹായവും സഹകരണവും ലഭിക്കും. സർക്കാർ ജോലിയിൽ ഉള്ളവർക്ക് സ്ഥാനക്കയറ്റവും മുടങ്ങിക്കിടന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട്. ജീവിത പങ്കാളിയുമായി പിരിഞ്ഞു താമസിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് പങ്കാളിയുടെ അടുത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുവാനും ദാമ്പത്തിക ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും സാധിക്കും. വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ വർഷം അനുകൂലമാണ്. ദമ്പതികൾ തമ്മിലുള്ള ഐക്യവും ധാരണയും വർദ്ധിക്കും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിലും വിവാഹത്തിലും സന്തോഷകരമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഈ വർഷം അനുയോജ്യമാണ്. നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുകയും സാമ്പത്തികവും തൊഴിൽപരവുമായ പുതിയ അവസരങ്ങൾ വന്നെത്തുകയും ചെയ്യും. മേലധികാരികളിൽ നിന്ന് പ്രീതിയും പ്രോത്സാഹനവും ലഭിക്കുവാൻ ഇടവരും. നിശ്ചയദാർഢ്യത്തോടെയും കഠിനാധ്വാനത്തോടെയും പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും കഴിയുന്നതാണ്. ഈ വർഷം ബന്ധുജന സമാഗമം, മനസമാധാനം, വിവാഹ സാധ്യത, ദമ്പതികൾ തമ്മിലുള്ള ഐക്യം എന്നിവയും വർദ്ധിക്കും. പിതാവിൻ്റെയോ തത്തുല്യരായ മറ്റു ബന്ധുക്കളുടെയോ ആരോഗ്യം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അവരുടെ ജാതക നിരൂപണം നടത്തി പരിഹാരങ്ങൾ നിറവേറ്റുക. ദേഷ്യം നിയന്ത്രിക്കുകയും ക്ഷമയോടെ പെരുമാറുകയും ചെയ്യേണ്ട ഒരു സമയമാണ്. പുതിയ നിക്ഷേപങ്ങളിൽ ഏർപ്പെടുന്നതിന് മുൻപ് വിദഗ്ധ ഉപദേശം തേടുക. വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം കൂടിയാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും വികാരങ്ങളെയും വിലമതിക്കുകയും അവരോട് മര്യാദയോടെ പെരുമാറുകയും ചെയ്യുക. കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും സമയം ചെലവഴിക്കുകയും അവരുടെ പിന്തുണ നേടുകയും ചെയ്യുക. സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുവന്നതിനും ജീവിതം ആസ്വദിക്കുന്നതിനും പരമാവധി ശ്രമിക്കേണ്ടതാണ്. പൂയം നക്ഷത്രത്തിലെ കാലിൽ കാൽദോഷം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ദോഷം 4 തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കാം. ജാതകൻ 1-ാം പാദത്തിൽ ജനിച്ചാൽ അവനവനെ തന്നെ ദോഷിക്കും. 2-ാം പാദത്തിൽ ജനിച്ചാൽ അച്ഛനെ ദോഷിക്കും. 3-ാം പാദത്തിൽ ജനിച്ചാൽ അമ്മയെ ദോഷിക്കും. 4-ാം പാദത്തിൽ ജനിച്ചാൽ അമ്മ അവനെ ദോഷിക്കും. ഈ 4 ദോഷങ്ങളിൽ 1-ാം പാദത്തിലെ കാലിൽ കാല് ദോഷം ഏറ്റവും ദോഷകരമായി കണക്കാക്കപ്പെടുന്നു.
കാരണം ഒന്നാം പാദം ജാതകന്റെ സ്വന്തം ജീവിതത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. ഈ പാദത്തിൽ കാലിൽ കാൽ ദോഷം സംഭവിച്ചാൽ ജാതകന് ജീവിതത്തിൽ നിരവധി പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നതാണ്. ദശ പരിഹാരം ചെയ്യാത്ത പക്ഷം ജീവിതത്തിൽ നിരവധി പ്രതിസന്ധികൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. കുടുംബത്തിൽ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെയും ഉണ്ടാകാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വളരെയധികം നേരിടേണ്ടി വരും. ഇതൊക്കെ ഒഴിവാക്കുവാനായി ജാതകം പരിശോധിച്ച് പരിഹാരം കണ്ടെത്തേണ്ടതാണ്. കേതു, ചൊവ്വ, സൂര്യദശകളിൽ പൂയം നക്ഷത്രക്കാർക്ക് ദോഷപരിഹാരം ചെയ്യണം. അനിഴം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളിലും നക്ഷത്ര ദിവസങ്ങളിലും ക്ഷേത്ര ദർശനം നടത്തുക. നവഗ്രഹങ്ങളിൽ ശനിയെയും ചന്ദ്രനെയും പ്രീതിപ്പെടുത്തുക. ശാസ്താവചനം നടത്തുക. ശനിയും പൂയവും കൂടി വരുന്ന ദിവസം ശാസ്താ പൂജ നടത്തുക. മകരത്തിലെ പൗർണമിക്ക് ദേവിയെ പൂജിക്കുക. എല്ലാ ശനിയാഴ്ചകളിലും അരയാലിന് 7 പ്രദക്ഷിണം വയ്ക്കുക. ഹനുമാനെ നിത്യം സ്മരിക്കുകയും ഹനുമാൻ ചാലിസ ചൊല്ലുകയും ചെയ്യുക. ഈ ഉപദേശങ്ങൾ പിന്തുടരുന്നത് ദോഷഫലങ്ങളിൽ നിന്ന് സംരക്ഷണം നേടുവാൻ സഹായിക്കും. പരിഹാര നിർദ്ദേശങ്ങൾ അനുസരിച്ചാൽ ജീവിതത്തിൽ സമൃദ്ധിയും സന്തോഷം ഉണ്ടാവുകയും നിങ്ങൾക്ക് വന്നു ചേരുന്ന എല്ലാവിധ കഷ്ടപ്പാടും ദുരിതങ്ങളും അകന്നു മാറുകയും സന്തോഷകരമായ ജീവിതം ഉണ്ടാകുകയും ജീവിതം വളരെയധികം മെച്ചപ്പെടുകയും ചെയ്യുന്നതാണ്. അടുത്തത് അശ്വതി നക്ഷത്രക്കാരാണ്. അശ്വതി നക്ഷത്രക്കാരായ ആളുകൾക്ക് ചിങ്ങം പിറക്കുന്നതോടെ കുബേര യോഗത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ അപ്രതീക്ഷിതമായ പല മുന്നേറ്റങ്ങളും ഉണ്ടാകും. പല രീതിയിലും നിങ്ങൾക്ക് ധനാഗമം ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് നിർണായകമായ പല കാര്യങ്ങളിലൂടെയും കടന്നു പോകുവാനും പല വലിയ സാമ്പത്തിക നേട്ടങ്ങൾ നേടുവാനും സാധിക്കുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത്. തൊഴിൽ, താമസ സ്ഥലം, പങ്കാളിത്തം എന്നിവയിൽ വളരെയധികം പുരോഗതിയും പുനഃക്രമീകരണവും പ്രതീക്ഷിക്കാം. കലാകാരന്മാർക്ക്, പ്രത്യേകിച്ച് നടന്മാർ, സംഗീതജ്ഞർ, നർത്തകർ, ചിത്രകാരന്മാർ എന്നിവർക്ക് ധനസമൃദ്ധിയും പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വിദേശവുമായി ബന്ധപ്പെട്ട പുതിയ കരാറുകൾ ലഭിക്കും. എന്നാൽ മദ്യപാനശീലം നിയന്ത്രിക്കാത്തവർക്ക് ആരോഗ്യപരമായും സാമൂഹികപരമായും വളരെയധികം പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്ന സമയമാണ്. രാഷ്ട്രീയക്കാർക്കും ഭരണാധികാരികൾക്കും ഈ സമയം വളരെയധികം ഭാഗ്യകരമാണ്. ധൈര്യവും ദൃഢനിശ്ചയവും പരീക്ഷിക്കപ്പെടും. പുതിയ അവസരങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ജാഗ്രത പാലിക്കുകയും ഓരോ ചൂടും ശ്രദ്ധാപൂർവം വയ്ക്കുകയും ലക്ഷ്യങ്ങൾക്കായി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുക. അവസരങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ ജീവിതത്തിൽ ഒരു നവ അധ്യായം കുറിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കേതു ദശയിൽ ജനിക്കുന്ന അശ്വതി നക്ഷത്രക്കാരായ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് 3.5 വയസ്സുവരെ കാര്യമായ ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. അശ്വതി നക്ഷത്രക്കാരായ ശുക്രദശയിലുള്ള യുവതി യുവാക്കൾക്ക് പ്രണയ വിവാഹത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ വിദ്യാഭ്യാസവും തൊഴിലും നേടേണ്ട കാലത്ത് വിവാഹം ആലോചിച്ചു മാത്രം തീരുമാനിക്കുക. ഈ കാലയളവിൽ പഠനത്തിൽ പുരോഗതിയും കുടുംബത്തിൽ സന്തോഷവും ഉണ്ടാകും. എന്നിരുന്നാലും മദ്യപാനം, അമിതമായ ലൈംഗികത തുടങ്ങിയ ദുശീലങ്ങൾ പേരുദോഷത്തിന് കാരണമാകുവാൻ ഇടയുണ്ട്. ജലസംബന്ധമായ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് ഈ കാലയളവിൽ വളരെയധികം പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ പിതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. 4-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നതും ഹൃദ്രോഗത്തിനും അഗ്നി വിഷബാധ ഭീഷണികൾക്കും സാധ്യതയുള്ളതിനാൽ വളരെ ജാഗ്രത പാലിക്കണം. അധികാരവും സ്വാധീനവും വരുന്ന സമയമാണെങ്കിലും കോപം നിയന്ത്രിക്കാതിരുന്നാൽ അവസരങ്ങൾ നഷ്ടപ്പെടും. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തുക. അലർജിയും രക്തവുമായി ബന്ധപ്പെട്ട അണുബാധകളും പിടികൂടുവാൻ ഇടയുണ്ട്. നേത്രരോഗമുള്ളവർ വളരെയധികം ജാഗ്രത പാലിക്കണം. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ അനുവദിക്കുന്ന തരത്തിൽ ജോലി മാറ്റം പ്രതീക്ഷിക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ സൂര്യൻ്റെയും ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ദശാപഹാരങ്ങൾ നല്ലതായിരിക്കില്ല. ഗണപതിയെ വേണം അശ്വതി നക്ഷത്രക്കാർ മുറുകെ പിടിക്കേണ്ടത്. ഇഷ്ടദേവിയായി മറ്റു ദേവതമാരെ പൂജിച്ചാലും ദിനവും ഗണപതി ഭജനം നടത്തുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണഫലങ്ങൾ വളരെയധികം വന്നെത്തും. നിങ്ങളുടെ പക്കനാളിലോ
മാസാദ്യമോ ഗണപതി ഹോമം നടത്തുന്നത് നല്ലതാണ്. കേതുവിൻ്റെ സ്ഥാനം നോക്കി യഥാവിധി ഗണപതി ഹോമം മന്ത്രവും ഹോമദ്രവ്യവും എത്ര ഒരു വേണം എന്നൊക്കെ പറയുന്നത് ഭദ്രയെ വണങ്ങുന്നതും ഗുണകരമാണ്. മകം, മൂലം എന്നിവയിലും നക്ഷത്ര ദിവസവും ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി വ്രതം ഗണപതി പ്രീതി നൽകുകയും കഴിയുന്ന പോലെ നവഗ്രഹങ്ങളിലെ കുജനും കേതുവിനും പരിഹാരം ചെയ്യുന്നതും ഉത്തമമായിരിക്കും. അശ്വതിയും ചൊവ്വയും ഒത്തുവന്നാൽ മുരുക ഭജനം നടത്തിയാൽ ഇരട്ടി ഫലം ലഭിക്കുന്നതാണ്. അശ്വതി നക്ഷത്രക്കാർ ഏറ്റവും അർഹരായവർക്ക്, പ്രത്യേകിച്ച് രോഗികൾക്ക് ഭക്ഷണമോ വസ്ത്രമോ ദാനം ചെയ്താൽ പല ദശാപരീക്ഷണങ്ങളും മാറിക്കിട്ടും. ചൊവ്വ ശനി ദിവസങ്ങളിലെ ഉപവാസം പ്രതികൂല അവസ്ഥകളിൽ നിന്നും രക്ഷപ്പെടുവാനും ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയും ധനനേട്ടങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരുവാൻ ഈശ്വര നാമത്താൽ ഉപകരിക്കുന്നതാണ്. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. അനിഴം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ സാമ്പത്തിക പ്രശ്നങ്ങളും ഇല്ലാതാകുന്ന ദിവസങ്ങളാണ് വരുന്നത്. കടബാധ്യതകളെല്ലാം മാറിക്കിട്ടും. കുബേരന്റെ അനുഗ്രഹത്താൽ ദുരിതങ്ങളെല്ലാം തീർന്ന് ധനം ധാരാളമായി വരുവാൻ പോകുന്നു. സ്വന്തമായി സമ്പാദ്യമുണ്ടാകുവാൻ പോകുന്ന ദിവസങ്ങളാണ്. നിങ്ങൾ ധനത്തിൻ്റെ മുകളിൽ ഇരിക്കുവാൻ പോകുന്ന ദിവസങ്ങൾ എന്നു തന്നെ പറയാം. അനിഴം നക്ഷത്രക്കാർക്ക് തൊഴിൽ, വിദ്യാഭ്യാസം, പ്രണയം, വിവാഹം എന്നീ മേഖലകളിൽ സന്തോഷകരമായ വാർത്തകൾ കൊണ്ടുവരും. ഈ ദിനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അവസരങ്ങളും ജീവിതത്തിൽ പുരോഗതിയും തുറന്നു തരുന്നതാണ്. തൊഴിൽ തേടുന്ന ആളുകൾക്ക് അനുകൂലമായ തൊഴിലവസരങ്ങൾ ലഭിക്കും. നിലവിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സ്ഥാനക്കയറ്റം പോലുള്ള ഉയർച്ചകൾ വന്നെത്തും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് തെളിയിക്കുവാൻ സാധിക്കും. പരീക്ഷകളിൽ ഉന്നത വിജയം നേടുവാനും ഉന്നത വിദ്യാഭ്യാസം നേടുവാനുമുള്ള അവസരങ്ങൾ വന്നെത്തും. പ്രണയത്തിലുള്ളവർക്ക് സന്തോഷകരമായ വാർത്തകൾ ലഭിക്കുന്നതാണ്. പ്രണയബന്ധം കൂടുതൽ ദൃഢമാകും. വിവാഹം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ സമയമാണ്. വിവാഹാലോചനകൾ വിജയിക്കും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായി തീരുകയും എന്നാൽ ജീവിത പങ്കാളിയുടെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. പൊതുവിൽ കാര്യതടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടും. നിങ്ങളെ ശത്രുക്കൾ ശല്യപ്പെടുത്തുന്നത് കുറയുന്നതാണ്. കച്ചവടക്കാരായ ആളുകൾക്ക് വളരെയധികം ധനലാഭം വന്നുചേരും. കുട്ടികൾക്ക് ചില വെല്ലുവിളികൾ ഉയർത്തുവാൻ സാധ്യതയുണ്ട്. മൃഗങ്ങളിൽ നിന്നും ചിലന്തികളിൽ നിന്നും വിഷം ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. കുട്ടികളെ എപ്പോഴും ശ്രദ്ധയോടെ നോക്കുകയും അവർക്ക് അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യേണ്ടതാണ്. പൊതുവെ നിങ്ങളുടെ ആരോഗ്യവും മാനസികമായും സാമ്പത്തികമായും വളരെയധികം പുരോഗതി ദൃശ്യമാകുന്ന സന്തോഷകരമായ ഒരു കാലമാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയുമായുള്ള ബന്ധം വളരെയധികം മെച്ചപ്പെടും. പുതിയ പ്രണയബന്ധം ഉണ്ടാകുവാൻ ഇടയുണ്ട്. എന്നാൽ മക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. നവീന ഗൃഹയോഗം, പുതിയ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, വാഹന ഭാഗ്യം എന്നിവ വന്നുചേരും. സാമൂഹിക ജീവിതത്തിൽ നിങ്ങൾക്ക് കൂടുതൽ അംഗീകാരം ലഭിക്കും. ചിലർക്ക് പിത്തരോഗം, കിഡ്നി സ്റ്റോൺ, പ്രമേഹം എന്നിവയുണ്ടാകുവാൻ ഇടവരും. സൂര്യൻ, ചൊവ്വ, കേതു എന്നീ ദശകളിൽ ദോഷപരിഹാര ക്രിയകൾ ചെയ്യേണ്ടതാണ്. ശനിയാഴ്ചയും അനിഴം നക്ഷത്രവും വരുന്ന ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തി വ്രതം അനുഷ്ഠിക്കുകയും ശനീശ്വര പൂജ നടത്തുകയും വേണം. ചൊവ്വയുടെ സ്ഥിതി അനുസരിച്ച് സുബ്രഹ്മണ്യ സ്വാമിയെയോ ഭദ്രകാളിയെയോ പ്രീതിപ്പെടുത്തണം. ഉത്രട്ടാതി, പൂയം, അനിഴം നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭക്തിയോടെ വഴിപാടുകൾ നടത്തുക. ഹനുമാൻ ചാലിസ വായിക്കുന്നത് ദോഷങ്ങളിൽ നിന്നും രക്ഷ നൽകുന്നതാണ്. ശനിയാഴ്ചകളിൽ ദരിദ്രർക്കും പാവപ്പെട്ട ആളുകൾക്കും ഭക്ഷണം നൽകുന്നത് വിജയം, ഭാഗ്യം, സമൃദ്ധി എന്നിവ കൊണ്ടുവരുന്നതാണ്. ശനിയാഴ്ചകളിൽ കറുപ്പും നീലയും നിറത്തിലുള്ള വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നതും നല്ലതാണ്. പശുക്കൾക്ക് ഭക്ഷണം നൽകുകയും അവയെ കുളിപ്പിക്കുകയും ചെയ്യുന്നത് ജീവിതത്തിൽ വന്നുചേരുന്ന എല്ലാവിധ കഷ്ടപ്പാടും ദുരിതങ്ങളും എല്ലാം മാറി വളരെയധികം ഉയർച്ചയ്ക്ക് കാരണമാകുന്നതാണ്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്.
രേവതി നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ പല രീതിയിലുമുള്ള പല വഴിത്തിരിവുകളും ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങളാണ്. എല്ലാം കൊണ്ടും വളരെയധികം സാമ്പത്തികമായും ഉയർച്ച മാത്രമാണ്. കടബാധ്യതകളിൽ നിന്നും ഉയർച്ച നേടുവാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങൾ ഉള്ള വീട്ടിൽ തന്നെ ഇതിൻ്റെ ഗുണം ലഭിക്കും. ഈ നാളുകാർ വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം വീട്ടിലെ എല്ലാവർക്കും ലഭിക്കുക തന്നെ ചെയ്യുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും കുടുംബ സൗഖ്യവും നിറഞ്ഞ ദിവസങ്ങളാണ്. കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം നിലനിർത്തുവാനും അവരുടെ പിന്തുണ ലഭിക്കുകയും ചെയ്യും. കർമ്മ മേഖലയിൽ പുരോഗതിയും നേട്ടങ്ങളും ഉണ്ടാകും. നഷ്ടപ്പെട്ട പ്രതാപം തിരികെ ലഭിക്കുന്നതാണ്. ഇവിടെയും ബഹുമാനവും പ്രശസ്തിയും ലഭിക്കും. അന്യജനങ്ങളിൽ നിന്ന് ആദരവും അംഗീകാരവും ലഭിക്കും. സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതാണ്. പുതിയ വസ്ത്രങ്ങൾ, വാഹനം തുടങ്ങിയ സമ്പാദ്യങ്ങൾ നേടുവാൻ സാധിക്കും. സുഹൃത്തുക്കളിൽ നിന്നും സഹായവും ഗുണാനുഭവങ്ങളും ലഭിക്കും. പുതിയ വിദ്യകൾ അഭ്യസിക്കുവാനുള്ള അവസരം വന്നെത്തും. അവ സ്വായത്തമാക്കുവാൻ മടിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ സുഖഭോഗങ്ങൾ യഥാവിധി ലഭിക്കും. ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുകയും ചെയ്യും. നിങ്ങളുടെ വാക്കുകൾക്ക് വളരെയധികം വില ഉണ്ടാകുന്ന ഒരു സമയമാണ്. വളരെ കാലമായി ശത്രുതയിൽ ആയിരുന്ന ആളുകൾ നിങ്ങളുടെ മിത്രങ്ങളാകും. രാഷ്ട്രീയ നേതാക്കൾക്ക് ജനങ്ങളുടെ വിശ്വാസം തിരികെ ലഭിക്കുകയും തൊഴിൽപരമായി വളരെയധികം നേട്ടങ്ങളും ഉണ്ടാകും. വിദേശ യാത്രയ്ക്ക് നിങ്ങൾക്ക് അവസരങ്ങൾ വന്നെത്തും. മുൻപുണ്ടായിരുന്ന എല്ലാവിധ പ്രതിസന്ധികളെയും അതിജീവിക്കുവാനും സാമൂഹികമായ അംഗീകാരമുണ്ടാകുകയും ചെയ്യും. കിട്ടാക്കടങ്ങൾ തീർക്കുവാനും സഹജമായ കഴിവുകൾ പുറത്തെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ബിസിനസ്സിൽ ഈ സമയത്ത് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുവാനും കലാകാരന്മാർക്ക് അംഗീകാരം നേടുവാനും സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ പൊരുത്തവും സ്നേഹവും വന്നെത്തും. അയൽ തർക്കങ്ങളെയെല്ലാം സമാധാനപൂർവ്വം പരിഹരിക്കുവാനും, എന്നാൽ സഹോദര സ്ഥാനത്തുള്ളവർക്ക് ഈ വർഷം ചില പ്രയാസങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹവും സൗന്ദര്യവും അനുകമ്പ എന്നിവ നിറഞ്ഞു നിൽക്കും. ആഡംബര ജീവിതം ഇനി നയിക്കുവാൻ സാധ്യതയുണ്ട്. ശുക്ര രാഹു ദശകളിൽ ജാതക നിർണയം നടത്തി പരിഹാരം ചെയ്യേണ്ട ഒരു സമയമാണ്. മഹാവിഷ്ണു അതല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ ആരാധിക്കുകയും വേണം. നവഗ്രഹങ്ങളിൽ ഗുരുവിനെയും ശനിയെയും പ്രീതിപ്പെടുത്താം. ബുധനും രേവതിയും ഒത്തുവരുന്ന ദിവസം വഴിപാടുകൾ കഴിക്കണം. മഹാദേവന്റെയും മഹാവിഷ്ണുവിൻ്റെയും ക്ഷേത്രങ്ങളിൽ ശംഖ് സമർപ്പിക്കാം. വീട്ടിൽ സൂക്ഷിക്കുകയോ ചെയ്യുകയും ചെയ്താൽ വളരെയധികം ഉത്തമമാണ്. ഈ ക്ഷേത്രങ്ങളിൽ സുഗന്ധമുള്ള പൂക്കളും മറ്റ് ദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നതും ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതാണ്. അതുപോലെ തന്നെ ദേവീ ക്ഷേത്രത്തിൽ വിശിഷ്ടമായ മുത്തുമാല സംഭാവന ചെയ്യുന്നതും ഗുണകരമാണ്. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട അനാഥാലയത്തിലെ ദരിദ്രർക്ക് പട്ടുവസ്ത്രം ദാനം ചെയ്യുന്നത് വളരെയധികം ഐശ്വര്യങ്ങൾ വന്നു ചേരുവാൻ ഇടവരും. വീട്ടിൽ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ മൺചിരാതിൽ നെയ്വിളക്ക് കത്തിക്കുന്നതും എല്ലാവിധ കഷ്ടതകളും ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറി വളരെയധികം സൗഭാഗ്യങ്ങളും ധനനേട്ടവും ജീവിതത്തിൽ വലിയ വിജയവും കൊണ്ടുവരുവാൻ ഈശ്വര അനുഗ്രഹത്താൽ സാധിക്കുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. മൂലം നക്ഷത്രക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ടിരുന്ന ഒരു നക്ഷത്രമാണ്. നിങ്ങൾക്ക് ഇനി വന്നു ചേരുന്നത് സന്തോഷത്തിന്റെ ദിവസങ്ങളാണ്. കുബേരന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സമ്പന്നതയുടെ നെറുകയിലെത്തുവാനുള്ള ദിവസങ്ങൾ വന്നെത്തി. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന മനപ്രയാസത്തിന്റെ കാലം മാഞ്ഞുപോകും. കുബേര യോഗത്താൽ സമ്പന്നത കൈവരുന്ന നാളുകളാണ് ഇനി വന്നെത്തുന്നത്. നിങ്ങളുടെ വീട്ടിൽ മൂലം നക്ഷത്ര ജാതനായ ഗൃഹനാഥന്മാരുണ്ടെങ്കിൽ ആ വീട്ടുകാർക്ക് മുഴുവൻ കാലവും നല്ല ഭാഗ്യമാണ് ഇനി വന്നെത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ധനക്ലേശമെല്ലാം മാറിക്കിട്ടും. കുബേര ഗായത്രി മന്ത്രം ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ വാതിലുകൾ തുറക്കപ്പെടും.
നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ പ്രണയ ജീവിതം സുഖകരമായി തീരും. ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ഐക്യവും സന്തോഷവും നിറയുന്നതാണ്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും മികച്ച വിജയം നേടുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഗുരുജനങ്ങളുടെ കൃപ ലഭിക്കും. അവരുടെ മാർഗനിർദ്ദേശം ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ തുറന്നു തരുന്നതാണ്. സന്താന സംബന്ധമായ കാര്യങ്ങളിൽ സന്തോഷം കൈവരും. കുടുംബത്തിൽ മംഗള കാര്യങ്ങൾ നടക്കുവാനും ഇടവരുന്നതാണ്. നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ശത്രുക്കളെ മറികടക്കുവാനും അവരുടെ ദുഷ്ടസ്വാധീനത്താൽ നിന്നും രക്ഷ നേടുവാനും കഴിയുന്നതാണ്. കൃഷിയിൽ ലാഭം ലഭിക്കും. നിയമപരമായ കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാനും സാധ്യതയുണ്ട്. പൊതുപ്രവർത്തകരായ ആളുകൾക്ക് ബഹുമതിയും ബന്ധുമിത്രാദികളിൽ നിന്ന് സാമ്പത്തിക സഹായവും ലഭിക്കും. സുഹൃത്തുക്കളുടെ പിന്തുണയോടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകും. തടസ്സങ്ങളെ മറികടക്കുവാനുള്ള ആത്മവിശ്വാസവും ശക്തിയും കൈവരും. വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാന് മികച്ച വിജയം നേടുവാനും സാധിക്കുന്നതാണ്. ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് പൂർത്തീകരണം ലഭിക്കും. ജീവിത പങ്കാളിക്ക് തൊഴിൽ ലഭിക്കുവാനോ ഉയർച്ച നേടുവാനോ സാധിക്കുന്നതാണ്. നിങ്ങളുടെ സഹോദരങ്ങളുമായുള്ള തർക്കങ്ങൾ കുടുംബ സുഹൃത്തുക്കളുടെ ഇടപെടലിലൂടെ പരിഹരിക്കപ്പെടും. സംരംഭങ്ങളിൽ നിന്ന് സാമ്പത്തിക നേട്ടം ലഭിക്കും. രോഗികൾക്ക് ആശ്വാസവും ഓൺലൈൻ ബിസിനസ്സിൽ വലിയ ലാഭവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ചന്ദ്രദശയിലുള്ള ആളുകൾക്ക് ധാരാളം സമ്പാദിക്കുവാൻ സാധിക്കും. വീട് പണിയുക, വാഹനം വാങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ നടക്കും. ചിലർക്ക് വിദേശത്ത് നല്ല രീതിയിൽ ധനസമ്പാദനം നടത്തുവാനുള്ള സാഹചര്യവും വന്നെത്തും. സർവ കാര്യങ്ങളും സാധിച്ചെടുക്കുന്ന കാലമാണ്. ജീവിത പങ്കാളി, ബിസിനസ് പങ്കാളി എന്നിവരിൽ നിന്നുമെല്ലാം വളരെയധികം ഗുണങ്ങൾ ഉണ്ടാകും. എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധിയും ഐശ്വര്യവും വന്നുചേരും. മനസ്സ്, അമ്മ, സുഖം, കീർത്തി എന്നിവയുടെ കാരകനാണ് ചന്ദ്രൻ. അതിനാൽ തന്നെ ഈ ദശയിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു പ്രതിഫലനം വന്നുചേരും. ജാതകത്തിൽ ചന്ദ്രന്റെ ഭാവം അനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. അമ്മ വഴി വളരെയധികം സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണ്. ഈ സമയത്ത് അമ്മയോട് കൂടുതൽ പ്രതിബദ്ധത തോന്നുന്ന ഒരു സമയം കൂടിയാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കളോടും വെള്ളി ആഭരണങ്ങളോടും നിങ്ങളുടെ താല്പര്യം വളരെയധികം വർദ്ധിക്കും. ചൊവ്വ, വ്യാഴം, സൂര്യൻ എന്നീ ഗ്രഹങ്ങളുടെ ദശകളിൽ ദോഷങ്ങൾ അനുഭവപ്പെടുന്ന ആളുകൾക്ക് ഫലപ്രദമായ പരിഹാരങ്ങൾ നടത്തേണ്ടതാണ്. നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുവാനും പ്രത്യേകിച്ച് കേതുവും ഗുരുവും ഈ ദോഷങ്ങൾ ലഘൂകരിക്കുവാൻ സഹായിക്കും. അശ്വതി, മകം, മൂലം നക്ഷത്ര ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ, വിഷ്ണു, ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. മൂലവും വ്യാഴവും ഒത്തുവരുന്ന ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ തന്നെ പാലും പാലുൽപ്പന്നങ്ങളും ഇരുമ്പ് എന്നിവ ദാനം ചെയ്യുക. സന്താന പ്രശ്നങ്ങളുണ്ടെങ്കിൽ ക്ഷേത്രത്തിലേക്ക് കറുപ്പും വെളുപ്പുമുള്ള പുതപ്പ് ദാനം ചെയ്യുക. മുതിർന്ന ആളുകളെയും വയ്യാതെ കിടക്കുന്ന വൃദ്ധജനങ്ങളെയും സേവിക്കുക. ഇങ്ങനെയൊക്കെയുള്ള നല്ല പ്രവൃത്തികൾ ചെയ്യുന്നത് മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങളും ധനസമൃദ്ധിയും ഈശ്വരാനുഗ്രഹത്താൽ വന്നുചേരുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നുചേരട്ടെ.